Hello, what's up guys? എല്ലാവർക്കും സുഖല്ലേ? സുഖം വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ വെച്ചാൽ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഇൻഫിക്സ് നോട്ട് 11 നമ്മൾ ഇന്നേക്ക് അൺബോക്സ് ചെയ്യാൻ പോകണം. നമ്മുടെ സ്നേഹിക്ക് ഒരു പുതിയ ഫോൺ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നേക്ക് ആദ്യം അൺബോക്സിംഗ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് കണ്ടപ്പോൾ അടിച്ചു പിടിക്കുക. ഒരു വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ നോക്കാമെന്ന് വെച്ചാൽ അടിപൊളി വീഡിയോ ആണ്. നമ്മൾ ഇന്നേക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ഫോൺ വാങ്ങിയിട്ട് അത് ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയതുണ്ടാവും. നമ്മളിത് ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരുന്നത് ഇൻഫിനിക്സിന്റെ നോട്ട് 11 പ്രോ ആണ് നമുക്ക് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, നമുക്കിത് മെല്ലെ ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നമുക്ക് ബില്ല് കാർഡൊക്കെ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിന്ന് ഫ്ലിപ്കാർട്ടിന് ഓർഡർ ചെയ്ത് പറയുന്നത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ബോക്സ് ഒക്കെ നമുക്ക് സൈഡ് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രൈസ് വന്നിട്ട് 12,500 ആണ്. നമുക്ക് ഇതിന്റെ പ്രൈസ് വന്നത് ഇന്ന് കണ്ടെന്ന് വിചാരിക്കുന്നു. 12,499, അതായത് 12,500 നമുക്ക് ഈ ഇൻഫിനിക്സ് നോട്ട് 11 ഇന്ന് എമോ ഡിസ്പ്ലേ തരുന്ന ഒരു ഫീച്ചർ ഉള്ള ഒരു കിടുക്കാച്ചി ഫോണാണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിന്റെ മുൻപ് ഇത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കിതിൽ എമോ ഡിസ്പ്ലേ ആണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. ഇത് റയർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ ഹെലൻ G88 പറയുന്ന ഒരു പ്രോസസ്സറാണ്. പിന്നെ 5000 mAh ബാറ്ററി ഉണ്ട്, 33 വാട്ട് സൂപ്പർ ചാർജ് ഉണ്ട്, പിന്നെ 50 മെഗാ പിക്സൽ ക്യാമറയുണ്ട്. ഓക്കെ, പിന്നെ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഉണ്ട്. പിന്നെ ഡുവൽ സ്പീക്കർ വന്നാൽ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫോൺ വെച്ചാൽ നമുക്ക് ഇവിടെയും സ്പീക്കർ ഉണ്ട്, ഇവിടെയും സ്പീക്കർ ഉണ്ട്. അപ്പോൾ രണ്ട് സൈഡും കൂടി സ്പീക്കർ നല്ല ഒരു സൗണ്ട് എഫക്റ്റ് നമുക്ക് ഈ ഇതിൽ തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് കേട്ടോ. ഈ ഇൻഫിക്സ് വന്ന് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് നമുക്ക് ഇതിൽ തരുന്നത്. ഇൻഫിനിക്സ് നോട്ട് 11 നമുക്ക് ഇതിനുള്ളിൽ എന്തൊക്കെയാണ്, നമ്മൾ ഇതിനുള്ള സ്പെസിഫിക് ഹെഡ്സെറ്റ് തരുമോ, ഹെഡ്സെറ്റ് തരില്ലയോ, എല്ലാ ഡീറ്റെയിലും നമുക്ക് ഇന്നേക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഇത് നല്ല ഫോണാണോ, ഊള ഫോണാണോ, ഇതിനുള്ള എന്തൊക്കെ സ്പെസിഫിക് ഉണ്ട്, അതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് കാണാം. ഇൻഫിനിക്സ് നോട്ട് 11 വാങ്ങാൻ താല്പര്യമുള്ളവർ എന്തായാലും നല്ല ഫോണാണെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും വാങ്ങിയിട്ട് വന്ന് എക്സ്പീരിയൻസ് താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ എങ്ങനെയുള്ളതെന്ന് നോക്കാം. ഗൈസ് പനി മലർ പോലെ പൂക്കൾ പോലെ മെല്ലെ എടുത്ത് ഓപ്പൺ ചെയ്തപ്പോഴേക്കും നമ്മൾ ടസ്ക് എടുക്കാമണി സാധനം അവിടെ നിൽക്കുന്നുണ്ട്. എമോ ഡിസ്പ്ലേ ഉള്ള ഒരു നോട്ട് 11 ഇൻഫിനിക്സ് ഒരു പുറത്തിറക്കിയ ഒരു കിടുക്കാച്ചി ഫോണാണ്. നമുക്ക് ഇനി ഫോണിന്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇൻഫിനിക്സ് നോട്ട് 11 നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഇത് ലൈറ്റ് വെയ്റ്റ്നെസ്, ഈ ലുക്ക് കാണുമ്പോഴേ അറിയേണ്ട ഒരു അന്യായ ഫീൽ ആട്ടോ. ഇതായി കളർ വന്നിട്ട് ഒരു രക്ഷയില്ലാത്ത കളർ, സൈഡ് മോഷൻ ഫിംഗർ പ്രിന്റ്. ഇതിന് നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയാണ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാട്ടോ. ഇതെന്താ വെച്ചാൽ യൂസർ മാനുവലാണ്, ഇൻഫിനിക്സിന്റെ യൂസർ മാനുവലാണ്. നമുക്ക് ഫോൺ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഇതിലുണ്ടാകും, അതൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ അത് ഓപ്പൺ ചെയ്താൽ $1 മാതിരി ഒരു സംഭവം ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇതാണ് ചാർജർ, 33 വാട്ട് സൂപ്പർ ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് ഈ ഇൻഫിനിക്സിൽ നമുക്ക് തരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ശേഷം നമുക്ക് ഇതിൽ ഇൻഫിനിക്സിന്റെ ടൂൾ ബോക്സ് പോലത്തെ എല്ലാ ഒരു മാനുവൽ പോലത്തെ വാറന്റി കാർഡും അതേപോലെ എല്ലാ സാധനങ്ങളും ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് $1 പോലെയാണ്. വെൽക്കം ടു എക്സ് ക്ലബ് എന്ന് പറഞ്ഞിട്ട് അവര് നമ്മൾ ഒരു ഫോൺ മേടിച്ചാൽ അവർ കൺഗ്രാജ് ചെയ്യുന്ന പോലെ ഒരു കാർഡാണ് അവരിങ്ങനെ തരുന്നത്. $1 തരുന്ന പോലെയാണ് അവർ തരുന്നത്. പിന്നെ അതിന്റെ അടുത്ത ശേഷം പിന്നെ ഒരു നല്ലൊരു കേസാണ്. ഓക്കെ, നല്ലൊരു കവർ, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കവറാണ്. നല്ലൊരു റബ്ബറിന് നല്ലൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കവറാണ്. സൈഡ് മോഷൻ ഫിംഗർ പ്രിന്റ്, നല്ല ഇങ്ങനെ ഒരു വളയ്ക്കാനൊക്കെ ഒരു നല്ലൊരു ഫ്ലെക്സിബിൾ ആണ്. പിന്നെ അതിന്റെ അടുത്ത ശേഷം നമുക്ക് ഇതിലൊരു പിന്ന് തരുന്നുണ്ട്. നമ്മുടെ ഈ സിമ്മൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു നല്ല പിന്ന് തരുന്നുണ്ട്. ഈ പിന്ന് കുത്തിയിട്ടാണ് നമുക്ക് സിമ്മൊക്കെ എടുക്കാൻ. പിന്നെ അതിന്റെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് തരുന്നത് സ്ക്രീൻ കാർഡ്. ഓക്കെ, നമ്മൾ ഫോണിൽ സ്ക്രീനായിട്ട് ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അവര് തന്നെ എനിക്ക് സ്ക്രീൻ തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നമ്മുടെ കിടക്കാൻ കുട്ടനെ നമുക്കൊന്ന് ഓണാക്കി നോക്കാം. നമുക്കൊന്ന് മെല്ലെ നമ്മുടെ ഫോണൊക്കെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് സൈഡ് മാറ്റി വെക്കണം. മാറ്റി വെച്ചിട്ട് എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചിട്ട് നമുക്ക് ആ ഓപ്പണിങ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് മെല്ലെ ഗൈസ്, ഒരു രക്ഷയില്ല. ദിസ് ഈസ് വണ്ടർഫുൾ സ്ക്രീൻ. ഓക്കെ, ഒരു രക്ഷയില്ല. ഈ കളർ ഉണ്ടല്ലോ ഡബിൾ കളർ പോലെയാണ്. നമ്മളിപ്പോൾ വെളിച്ചം തട്ടും കണ്ടാറ് ഇവിടെ ഒരു കളർ ഇവിടെ ഒരു കളർ, അങ്ങനെ കളർ കാണുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തുറന്നതും ഇൻഫിനിക്സ് എന്ന് നമുക്ക് ഫോണിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ക്യാമറ കാണുമ്പോൾ എന്ത് പോലെയുണ്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എനിക്ക് ഇങ്ങനെ കണ്ടു വെച്ചാൽ നമ്മുടെ കാഞ്ചന മൂവിയിലൊക്കെ പൊട്ട് വെക്കുന്ന പോലെയുണ്ട്. അട്ടി സെറ്റ് 50 മെഗാ പിക്സൽ കാരണം ഇത്ര വലുതായിട്ട് ഒരു ലുക്കാണ്, അന്യായ ലുക്കാണ്. നമുക്ക് മെല്ലെ ഒന്ന് ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ,
നമുക്ക് ഫോൺ ഓൺ ആക്കിയതും ഇൻഫിനിക്സ് പവർ ബൈ ആൻഡ്രോയിഡ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഇന്റർഫേസ് തന്നെയാണ്. നമുക്കിനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, ഉള്ളിൽ എന്തൊക്കെയുണ്ട് ആപ്സ് ഇതെല്ലാം നമുക്ക് ക്യാമറ സ്പെസിഫിക് ഒന്നെല്ലാം നോക്കാം. അപ്പൊ ഇത് എങ്ങനെ ഓൺ ചെയ്തതും ഇങ്ങനെ എച്ച് എന്നൊരു സിമ്പിൾ വരുന്നുണ്ട്. അതൊരു കാണാൻ ഒരു നല്ല രസമായിരുന്നു. എച്ച് എന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്ക് HOSന്റെ ഒരു പവറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. HOS ആൻഡ്രോയിഡ് ആണ്. അപ്പൊ നമ്മൾ ഓൺ ചെയ്തതും ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ ഈ പവർ കൊടുത്തരാം. ഓക്കെ, ഓൺ ചെയ്തതും ഇങ്ങനെയാണ് ഒരു ഇന്റർഫേസ് വരുന്നത്. ഒരു അന്യായ ക്വാളിറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് മെല്ലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഇവര് ഫോൾഡർ കൊടുത്തിരിക്കുന്നത്, എല്ലാം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ്. അപ്പൊ നമ്മുടെ ഇൻഫിനിക്സ് നോട്ട് 11 ഇത് ഹാൻഡിൽ ചെയ്യണോ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഈ കയ്യിൽ പിടിക്കുമ്പോ തന്നെ ഒരു ലുക്കാണ്. ഓക്കെ, നമ്മൾ ഈ കയ്യിൽ പിടിക്കുമ്പോഴാണ് വളരെ നമ്മുടെ ഹാൻഡിൽ ആയിട്ടുള്ള ഒരു ഫോണാണ്. നമ്മളിങ്ങനെ കൈ പിടിക്കുമ്പോൾ ഒരു ഫ്രീനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് നമുക്ക് ഹാൻഡിൽ ആയ ഒരു ഫോണാണ്. പിന്നെ ഈ ക്യാമറ സ്പെസിഫിക് ഒരു രക്ഷയില്ലാതാണ്. നമുക്ക് ഇനി അടുത്ത ക്യാമറ സ്പെസിഫിക് ഒക്കെ ഒന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഇതില് ഇൻഫിനിക്സ് നോട്ട് 11 കൊടുത്തിരിക്കുന്നത് 60 Hz റിഫ്രഷ് റേറ്റാണ് നമുക്ക് ഇത് കൊടുക്കുന്നത്. മഴ പോലെ പോകണ്ട, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ഒരു റിഫ്രഷ് റേറ്റ് കൊടുക്കും. നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊന്ന് ചെറിയൊരു ടച്ച് മതി, ഈ അറ്റത്തേക്ക് എത്തും. ഇങ്ങനെ ഒരു ടച്ച് വന്നാൽ ഈ അറ്റത്തേക്ക് എത്തും. അത്രയ്ക്ക് റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു മൊബൈൽ ഫോണാണ് ഇൻഫിനിക്സ് നോട്ട് 11 എന്ന് പറയുന്നത്. നല്ലൊരു റിഫ്രഷ് റേറ്റും കൂടി ഉള്ള ഒരു കിണ്ണം കാച്ചിയ ഒരു ഫോണാണ്. ഓക്കെ, AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു കിണ്ണം കാച്ചി ഡിസ്പ്ലേ ആണ്. പിന്നെ നമുക്ക് ഇതിൽ ഡുവൽ സ്പീക്കർ ആണ്. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച ഡുവൽ സ്പീക്കർ എന്ന് പറയുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഈ ഡുവൽ സ്പീക്കർ കാണുന്നത്. ഓക്കെ, എന്താ ഡുവൽ സ്പീക്കർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വെച്ചാൽ ഇവിടെയും ഒരു സ്പീക്കർ ഉണ്ടാവും, ഇവിടെയും ഒരു സ്പീക്കർ ഉണ്ടാവും. രണ്ട് സൈഡ് സ്പീക്കർ ആകുമ്പോൾ നമുക്കൊരു നല്ലൊരു സൗണ്ട് ക്ലാരിറ്റി ആയിരിക്കും നമുക്കിതിൽ ലഭിക്കുന്നത്. ഇൻഫിനിക്സ് പുറത്തിറക്കിയ ഒരു കിണ്ണം കാച്ചി ഫോണോട് നമുക്കൊന്ന് പറയാം. നമ്മുടെ ഈ ചാർജിങ് 33 വാട്ട് എത്ര ഫാസ്റ്റ് ചാർജറാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഈ ചാർജിങ് സ്റ്റൈൽ എങ്ങനെയാണ് നമുക്കൊന്ന് ഈ ഇൻഫിനിക്സിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, നമുക്ക് ചാർജിങ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ചാർജറിന്റെ ഇങ്ങനെയൊരു ചാർജറാണ്. ചാർജറിൽ എവിടെയും ഒരു ഇൻഫിനിക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഈ ടൈപ്പ് സി കേബിൾ ആണ് നമുക്കിതിൽ ഇൻഫിനിക്സ് നോട്ട് 11 കൊടുക്കുന്നത്. ടൈപ്പ് സി കേബിൾ ആണ് നമുക്കിതിൽ അവര് തരുന്നത്. നമുക്കൊന്ന് അത് കുത്തി നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ചാർജ് കുത്തിയത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. 44% സൂപ്പർ ചാർജ് എന്ന് ഒരു മിന്നൽ മുരളിന്റെ പവറൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ചാർജ് അടിപൊളിയായി കയറുന്നുണ്ട്. നല്ലൊരു ഇന്റർഫേസ് അടിപൊളിയായിട്ടുണ്ട് ചാർജിങ്ങിന്റെയും. അടുത്ത് നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ നോക്കാം. നല്ലൊരു ക്ലാരിറ്റിയാണ് കിട്ടുന്നത്. ഒരു ഫ്രണ്ട് ഫ്ലാഷ് ആയതുകൊണ്ട് അട്ടി കിട്ടുക ചെയ്യേണ്ട നമുക്ക് മുഖമൊക്കെ ഒരു നല്ലൊരു ബ്രൈറ്റ്നെസ്സോടെ നമുക്ക് ഈ ഫോട്ടോ ക്യാമറ വീഡിയോസ് അതൊക്കെ നമുക്ക് ഇതിലെടുക്കാവുന്നതാണ്. ഒരു നല്ലൊരു ക്വാളിറ്റിയോടെ നമുക്ക് വീഡിയോസൊക്കെ നമുക്ക് എല്ലാം ഷൂട്ട് ചെയ്യാം, വ്ളോഗ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഒരു കാര്യം വെച്ചാൽ നമ്മുടെ ഈ ഇതിൽ വന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖം സെൽഫി ക്യാമറയിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖം ക്ലാരിറ്റി വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇത് ഇവിടത്തെ ക്യാമറയാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും പോർട്രേറ്റ് ആണെങ്കിൽ. പക്ഷെ ഈ ഫോണിൽ എങ്ങനെയാ വെച്ചാൽ നമ്മള് സെൽഫി വീഡിയോ എടുക്കുമ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോ വന്നിട്ട് ഇൻഫിനിക്സ് നോട്ട് 11 എടുത്ത വീഡിയോ ആണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ എത്ര ഡിഫറൻസ് ഉണ്ടെന്ന്, നമ്മുടെ മുഖം എത്ര ക്ലാരിറ്റി ഉണ്ട്. അതുപോലെയാണ് ഞാൻ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബ്ലറാക്കാൻ പറ്റും. അതായത് ഞാൻ സെൽഫി ക്യാമറയിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. അതുപോലെയാണ് ബാക്ക് ബ്ലറാക്കുമ്പോൾ നമുക്കൊരു ക്യാമറയിൽ എടുക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് വീഡിയോസ് വ്ളോഗൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു വീഡിയോസൊക്കെ നമുക്കൊരു ക്വാളിറ്റി നമുക്ക് കണ്ടറിയാൻ പറ്റും. എന്താ വെച്ചാൽ നമ്മൾ സെൽഫി ക്യാമറയിൽ ഇങ്ങനെ ബ്ലർ ബാക്കിൽ ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ വേറെ മുമ്പത്തെ ക്യാമറ ആണെങ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്തെടുക്കാം, പോർട്രേറ്റിൽ അങ്ങനെയാണെങ്കിൽ എടുക്കുന്നത്. പക്ഷേ ഇത് സെൽഫി ക്യാമറ ആയതുകൊണ്ട് നമുക്ക് ഇത്രയും ബ്ലർനെസ് കിട്ടും. നോക്ക്, ബ്ലർനെസ് ഉണ്ട്. ഇവിടെ നല്ല ബ്ലറായിട്ട് എന്നെ ക്ലാരിറ്റി കൂടിയിട്ട് ഇവിടെയൊക്കെ ബ്ലറായിട്ട് അത് നല്ലൊരു സ്പെസിഫിക് തന്നെയാണ് ഈ ഫോണിൽ. അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമ്മൾ ഇൻഫിനിക്സ് നോട്ട് 11 എടുത്ത കുറച്ച് ഫോട്ടോസ് ഉണ്ട്. പോർട്രേറ്റ് മോഡിലെടുത്ത്, നോർമൽ മോഡിലെടുത്ത് കുറച്ച് ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അതൊന്നും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വരിക. അപ്പൊ ആ ഫോട്ടോ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു പിക്കിങ് ഫോക്കസ് ഏരിയ, ബാക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫ്രണ്ടിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രയ്ക്കും ക്ലിയർനെസ് ആയിട്ട് മൈന്യൂട്ടായി കാണിക്കുന്ന ഒരു ക്യാമറ തന്നെയാണ് റെഡ്മി നോട്ട് 11. ഓക്കെ.
അപ്പം ഇന്നത്തെ ഇവിടെ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് തുറന്നു കഴിഞ്ഞിട്ട് അപ്പം അടിച്ചു പിടിക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ഡിസൈൻ ബൈ.